മെത്തനോയ്യ 31 എപ്പിസോഡിലേക്ക് സ്വാഗതം. 8ാമത്തെ കൽപ്പന, കള്ളസാക്ഷ്യം പറയരുത്. സത്യം തന്നെയായ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ വിശുദ്ധ ജനത്തിനുള്ള വിളിയിൽ നിന്നാണ് ഈ കൽപ്പന പുറപ്പെടുന്നത്. തന്നോട് തന്നെ ഉള്ള സത്യസന്ധതയുടെ പ്രകാശനവുമാണിത്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആർക്കും എല്ലാവിധ നുണകളിൽ നിന്നും, നാട്യത്തിൽ നിന്നും, വഞ്ചനയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ആവശ്യമാണ്. സത്യത്തിനെതിരായ കുറ്റങ്ങളെ പറ്റി സഭ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: കള്ളസാക്ഷ്യവും കള്ളസത്യവും, അന്യരുടെ സൽപ്പേരിന് കളങ്കം ചാർത്തൽ, വിവേകരഹിതമായ വിധി നിർണയം നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ, സത്യവിരുദ്ധ പ്രസ്താവന വഴി സത്പേരിന് കളങ്കം ചാർത്തൽ, അതായത് ഏഷണയും, മുഖസ്തുതി വഴി അവരുടെ തിന്മ പ്രോത്സാഹിപ്പിക്കൽ, പുകഴ്ത്തൽ വഴി അവരുടെ ദുർഗുണങ്ങൾ പങ്കുചേരൽ, പൊങ്ങച്ചം പറച്ചിൽ വഴി സത്യത്തിനെതിരായി പാപം ചെയ്യൽ, വഞ്ചിക്കണമെന്ന ലക്ഷ്യത്തോടെ സത്യമല്ലാത്തവ പറയൽ, അതായത് നുണ, ഔദ്യോഗിക രഹസ്യങ്ങൾ പരസ്യമാക്കൽ, വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിന്മേലുള്ള മാധ്യമങ്ങളുടെ കടന്നാക്രമണം. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ ഉപയോഗം ഈ പ്രമാണത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. മാധ്യമ സൃഷ്ടാക്കൾക്കുള്ള സഭയുടെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ്: വിവരങ്ങൾ സത്യസന്ധതയോടെ നൽകണം, യഥാർത്ഥ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിൽ വ്യക്തികളുടെ അവകാശവും അന്തസ്സും സംരക്ഷിക്കപ്പെടണം, ആളുകളെ വശീകരിക്കുകയോ അവരെ തങ്ങളുടെ ആശ്രിതരാക്കുകയോ ചെയ്യരുത്. യുക്യാറ്റ് 460 സഭ ഇപ്രകാരം പഠിപ്പിക്കുന്നു: വിനോദത്തിന്റെ പേരിൽ അക്രമത്തെ മഹത്വീകരിക്കുകയും സാമൂഹ്യ വിരുദ്ധമായ പെരുമാറ്റത്തെ അംഗീകരിക്കുകയും ലൈംഗികതയെ നിരസ്താരമാക്കി കാണിക്കുകയും ചെയ്യുമ്പോൾ മീഡിയ പ്രവർത്തകർ കുറ്റക്കാരായി മാറും. അതിന് വിരാമമിടേണ്ട മേലധികാരികളും പാപം ചെയ്യുകയാണ്. ഉപഭോക്താക്കൾക്ക് വേണ്ടിയും സഭ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. 2512 മതബോധന ഗ്രന്ഥം. ഉപഭോക്താക്കൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ മിതത്വവും അച്ചടക്കവും പാലിക്കണമെന്നാണ് സഭ നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നരുളി ചെയ്ത ഈശോയെ, അങ്ങയെ അനുഗമിക്കാൻ വേണ്ടി സത്യത്തിൽ തന്നെ എപ്പോഴും നിലകൊള്ളുവാൻ, സത്യത്തിന് വിരുദ്ധമായ എല്ലാം ഉപേക്ഷിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തുതി.